ഹായ് ഫ്രണ്ട്സ്, എന്ത് ഭംഗിയല്ലേ ഈ കാഴ്ച കാണാൻ. ഇത് ഞാനൊരു മല മുകളിൽ എത്തിയിട്ട് എടുത്തേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവിടേക്ക് നടന്നിട്ടൊന്നല്ല എത്തിയേക്കുന്നത്, ആ കാഴ്ചയാണ് കാണാൻ പോകുന്നത്. അപ്പോൾ അത് അവിടെ ഇങ്ങനെ മല തുറന്നിട്ട് അവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചെറിയ ഗുഹ പോലെ 1-2 സ്ഥലത്ത്. പിന്നെ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് ഞാൻ. ഇവിടെയൊക്കെ തന്നെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് ലിൻമൗത്ത് ബീച്ചിലാണ് ഈ സ്ഥലം. ടിക്കറ്റ് എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ, ധാരാളം ആൾക്കാരുണ്ട്. ചെറിയൊരു മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നായ്ക്കളടക്കമുണ്ട് കേട്ടോ സവാരിക്ക്. അപ്പോൾ ഇതിൻ്റെ യാത്ര ഭയങ്കര രസമാണ്. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഇതിൻ്റെ 10 മിനിറ്റ് വീഡിയോ കാണിക്കുന്നുണ്ട്, അത് കാണാൻ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ടിക്കറ്റ് എടുക്കാൻ കയറണതിൻ്റെ വേറെ വഴി കൂടെ കയറണമായിരുന്നു. അപ്പോൾ ടിക്കറ്റ് പ്രൈസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അഡൾട്ടിന് 3.75, കുട്ടികൾക്ക് 2.25, അത് 16 വയസ്സ് വരെ. പിന്നെ നായ്ക്കൾക്ക് 1 പൗണ്ട് വീതമാണ് ടിക്കറ്റ് നിരക്ക് കേട്ടോ. 10 AM to 6 PM വരെയാണ് കേട്ടോ ഇത് വർക്ക് ചെയ്യുക. ധാരാളം ആളുകളുണ്ട് ഇവിടെ. ഇത് ഒരു ചെറിയ ഷോ ഇവർ കാണിക്കുന്നതാണ്, 10 മിനിറ്റ് ഷോ. അത് നമുക്ക് ഫ്രീ ആയിട്ട് ആദ്യമേ കയറി ഉള്ളിൽ നിന്ന് കാണാം. പക്ഷേ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കയറിയ കാരണം പറ്റിയില്ല. ടിക്കറ്റ് കയറണേക്കാളും മുമ്പ് അവിടെ പോയി കാണണം. പക്ഷേ ഇത് പുറത്തേക്ക് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്, അതാണ് ഞാൻ കാണിക്കുന്നത്. ഒരു 10 മിനിറ്റോളം ഉണ്ട്. കുറച്ച് ഭാഗം നിങ്ങൾക്കായി കാണിച്ചു തരാം കേട്ടോ. 1887 പണി തുടങ്ങിയിട്ട് 1890 ആണ് ഇത് പണി തീർന്നത്. ഇത് വിക്ടോറിയൽ ആർക്കിടെക്ചറിൻ്റെ ഒരു മാസ്റ്റർ പീസ് തന്നെയാണെന്ന് പറയാം. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർക്കത് വായിക്കാം. ആളുകളുടെ ശബ്ദമുള്ള കാരണം ഞാൻ പിന്നെ വീഡിയോയുടെ ശബ്ദം ക്ലിയറായി കേൾക്കില്ല. ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാരണം അതുകൊണ്ട് ഞാൻ അത് ശബ്ദം മാറ്റിയതാണ് കേട്ടോ. ഇങ്ങനെ പോണത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. അപ്പോൾ ഈ ഹിസ്റ്ററി മുഴുവൻ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എൻ്റെ നമുക്ക് കുറച്ച് ദൂരം സഞ്ചരിക്കാണ്ടല്ലോ, അപ്പോൾ പറയാം. 500 അടി ഉയരത്തിലേക്കാണ് ഇത് പോകുന്നത്. വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ലിൻമൗത്ത് ക്ലിഫ് റെയിൽവേ പൂർണ്ണമായിട്ടും ജലശക്തി കൊണ്ടാണ് കേട്ടോ പ്രവർത്തിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ലിൻമൗത്ത് ബേസ് സ്റ്റേഷനിലാണ്. ഇവിടെ നിന്നും ഇത് ലിൻഡൻ ടൗണിൻ്റെ ടോപ്പിലേക്ക് എത്തുമ്പോൾ, മലമുകളിലേക്ക് എത്തുമ്പോഴേക്കും 500 അടി ഹൈറ്റിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കേട്ടോ. അതിനിടയിൽ കാണുന്ന കാഴ്ചകളുടെ കാര്യം നിങ്ങളോട് ഞാൻ പറയണില്ല, അത് നിങ്ങൾ കണ്ടറിയണം കേട്ടോ. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ എല്ലാം ചിത്രങ്ങളും, പിന്നെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണേ, എന്താണ് കാര്യങ്ങളെന്നുള്ളതൊക്കെ അവിടെ ഇങ്ങനെ ചിത്രങ്ങളും പോസ്റ്ററുകളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും വാട്ടർ പവേർഡാണിത്, അതായത് ജലശക്തി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഇത് ഫണിക്കുലാർ ഡിസൈനിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 2 കേബിൾ കാറാണ് ഇത് ഉള്ളത്. ഒന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഒന്ന് താഴത്തേക്ക് വരും. രണ്ടും കൂടി മിഡിലെത്തുമ്പോൾ രണ്ടും കൂടി ഒരു സംഗമം. മിഡ് പോയിൻറ്റിലെത്തുമ്പോഴാണ് അവർ രണ്ടും കൂടി ഒരുമിച്ചെത്തുന്നത്. ഒന്ന് മുകളിലേക്ക് പോകുമ്പോൾ ഒന്ന് താഴത്തേക്ക്, കപ്പി കൊണ്ട് വലിക്കണ പോലെയാണ്. കപ്പിയുണ്ട് അതിൽ. നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ലാസ്റ്റ് കപ്പി ഉള്ളത് കാണാം. വീഡിയോ ഇനിയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനത് നിർത്തി പിന്നെ, കാരണം എന്താ വെച്ചാൽ അത് മുഴുവൻ കാണാൻ നിന്ന് നമുക്ക് ചുറ്റുവട്ടത്തെ കാഴ്ചകൾ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ. അത് 10 മിനിറ്റിലുണ്ട് വീഡിയോ. ഇതാണ് ഇവിടെ പുറമെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇത് നേരിട്ട് ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ. കിയാര നല്ല ത്രില്ലിലാണ്. ആളുകൾ കയറാൻ നിൽക്കുകയാണ്. കുറേ പേര്
ഇതിനെപ്പറ്റിയുള്ള എല്ലാ വിവരണങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടുന്ന് നോക്കിയാൽ പുറത്ത് കടലാണ് കേട്ടോ. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന ഒരു ഭക്ഷണകാര്യത്തിനെ പറ്റിയിട്ടാണ് രാത് പറയുന്നത് കേട്ടോ. ഒരു ജൈൻറ്റ് സ്കോണുമായിട്ട് അവിടെയുള്ള ഒരു ഹോട്ടലിലെ സ്പെഷ്യൽ ഫുഡാണ്, വളരെ ടേസ്റ്റിയാണെന്നാണ് പറയുന്നത്. രാത് 12 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് 2012 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആകെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയണത്. ഇപ്പം അതിനു വേണ്ടി നിറച്ചും ബിൽഡിംഗ് ആയിരുന്നൊക്കെ അത് വിശേഷങ്ങളൊക്കെ പറഞ്ഞത്. ഞങ്ങൾ ആ കേബിൾ കാറിൻ്റെ ഉള്ളിൽ കയറി. ഞങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ ഒരു ഡോഗറ്. അതിനെ കണ്ടപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് വളരെ കൗതുകം. ഞങ്ങളിതാ യാത്ര തുടങ്ങി കേട്ടോ. ഇതിൻ്റെ കന്നിയാത്ര എന്നായിരുന്നു എന്നറിയണ്ടേ? 135 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 1890 ഏപ്രിൽ 7 ഈസ്റ്റർ സമ്മാനമായിരുന്നു. ഈസ്റ്ററിൻ്റെ പിറ്റേന്ന് തിങ്കളാഴ്ചയായിരുന്നു ഇത് ഉദ്ഘാടനം നടത്തിയത്. ഒരു ഭാഗത്ത് ലിൻമൂത്ത് ബേ, മറുഭാഗത്ത് എക്സ്മോർ കടൽ തീരം. അതിൻ്റെ ഇടയിൽ മലകളിലത്തെ മരങ്ങളും. എന്താ ഒരു ഭംഗി, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്കും ഭംഗിയുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചിരുന്ന് നമ്മൾ കണ്ടു നോക്കും. അത്രയ്ക്കും ഭംഗിയുള്ള കാഴ്ചകളാണ്. അതാ നമ്മൾ ഇങ്ങനെ ആദ്യത്തെ പാലത്തിൻ്റെ അവിടെ എത്തി. ഇതൊക്കെ നടന്നു വരുന്ന കാഴ്ചകൾ കാണിച്ചിരുന്നു ഞാൻ. നടന്നു വരുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് എക്സ്മോർ കടൽത്തീരാണ് കാണുന്നത്. രണ്ടാമത്തെ പാലം. നല്ല രസമുള്ള കാഴ്ചകൾ. നമ്മൾ പകുതി വഴി എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ. കൃത്യം പകുതി വഴി എത്തുന്ന സമയത്താണ് ഇത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മറികടന്ന് പോവുക. ഒരു ഇന്ന് വരെ നടത്തിയേക്കണ യാത്രയിൽ വെച്ച് വളരെ എൻജോയ് ചെയ്ത യാത്രയായിരുന്നു കേട്ടോ അത്. ഇത്രയും നല്ലൊരു യാത്ര ഇതുവരെ നടത്തിയിട്ടില്ല എന്നതാണ് ഞാൻ. അത്രയ്ക്കും മെമ്മറബിളായിരുന്നു ഇത്. എന്നും ഓർമ്മയിൽ തങ്ങിയിരിക്കണ ഒരു യാത്രയായിരുന്നു.
ഇത് ഇല്ല ഇല്ല, ഇത് വേറെ സ്ഥലമാണ് കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലമല്ല. ആ ഹാ ഹാ ഹാ. എനിക്ക് വെള്ളം വെക്കുകയാണ് ആ ജലശക്തിയോടാണ് ഈ കേബിള് വർക്ക് ചെയ്യുന്നത്. ഈ നദിയിൽ നിന്ന് നേരിട്ട് ഇവിടേക്ക് വെള്ളം എത്തിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇതൊക്കെ ഈ എൻജിനീയറിംഗ് വർക്കിനെ പ്രിയസിക്കാതെ വയ്യ. അടുത്ത ആൾക്കാർ കയറുന്നു, പോകാൻ വേണ്ടി റെഡിയാകുന്നു. നമുക്ക് ഈ മുകളിൽ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് കാണണ്ടേ, അത് കാണാം കേട്ടോ. എന്തെന്നാ പറയണ്ടേ അല്ലേ? അമ്മ സൂപ്പർ, വാവ്, ആരായാലും പറഞ്ഞു. അത്രയ്ക്കും മനോഹരമായ കാഴ്ചകളാണ്. പ്രകൃതി ഭംഗി കൂടാതെ ഇവരത് നല്ലപോലെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രം. ഇവിടെ നല്ലൊരു ഹോട്ടലൊക്കെ ഉണ്ട്, നല്ലൊരു റെസ്റ്റോറൻറ്റ്. ഈ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുമില്ല കേട്ടോ. ഇന്നത്തെ കാഴ്ചകളൊക്കെ ലോകത്തിൻ്റെ വെള്ളത്തിൽ ഒരു ഭംഗിയാണപ്പോൾ. കുറച്ച് നേരം നടന്ന് കാഴ്ചകൾ കാണാനുണ്ട്. ഇവിടെ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഹോട്ടലൊക്കെ ഉണ്ട്, അതിനുള്ള വഴികളൊക്കെയാണ് ഈ കാണുന്നത്. പല കാര്യങ്ങളുണ്ട് അവിടെ. അവിടെ ധാരാളം ടേബിളും ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇരുന്ന് മാറ്റിയിട്ട് ചായയൊക്കെ കുടിക്കാം. ഭംഗിയിലെ വണ്ടി പൊക്കടാനുള്ള മണി വാങ്ങി. ഇവിടെ എന്തൊക്കെയോ ഫങ്ഷൻ നടക്കുന്നുണ്ട് അടുത്ത് തന്നെ. അതിനെ പറ്റിയുള്ള മെസ്സേജൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച എന്തൊക്കെയോ ഫങ്ഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ക്ലിഫ് റെയിൽവേയിൽ കയറി. ലിങ്ടൺ ആൻഡ് ലീമോത്ത് ക്ലിഫ് റെയിൽവേയിൽ കയറി. ഇതാ ഇവിടെ ക്ലിഫ് ഹോട്ടലിൽ വന്നിട്ട് ഇരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരം. അപ്പോൾ ഇനിയും കാഴ്ചകൾ വേറെ ഉണ്ട്. സീവുഡ് ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ധാരാളം ആൾക്കാരിവിടെ വരുന്നത്. എന്താ ഭംഗിയില്ലേ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതിയാണ്. ഒറ്റയ്ക്ക് ഒരു മരം നിൽക്കണുണ്ട്, എന്ത് ഭംഗിയാ മരം കാണാനല്ലേ. ആയിക്കോടൊക്കെ പിടിച്ച് ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ അവരിവിടെ സംരക്ഷിച്ചിട്ടുണ്ട്. ഒരു കൂറ്റൻ കസേര ഇവിടെ ഇരിക്കുന്നുണ്ട്. രാധവും മോളൊക്കെ നമ്മൾ കയറി പൊത്തിപ്പിടിച്ച് കയറി ഫോട്ടോ എടുത്തു. എനിക്കും അതുമ്പോൾ പൊത്തിപ്പിടിച്ച് കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചേട്ടനും മോനും സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞാൻ കയറിയില്ല. കുറേ ദൂരം നടക്കാണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള വൃത്തിയിൽ ഒരുക്കിയാണ് പാത. അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരു ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, ചിത്രങ്ങളും പോസ്റ്ററൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു ട്രെയിനിൻ്റെ കാര്യമാണ്. അത് കുട്ടികൾക്ക് ഫ്രീ ആണെന്നൊക്കെ എഴുതി വെച്ചതെന്നാണ് ഈ കാണുന്നത്. കാറ്റാണ്, നല്ല രസമായിട്ട് പണിതുണ്ട് ഇവിടെ.
നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്, മഴക്കാറുണ്ട്. മോള് നല്ല ത്രില്ലിലാണ്. ഇതാ ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തി, അതായത് പുറത്തേക്കുള്ള മെയിൻ റോഡിൻ്റെ അവിടേക്കുള്ള ഗേറ്റിൻ്റെ അവിടെ എത്തി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ലിമോത്ത് ക്ലിഫ് റെയിൽവേ എഴുതിയ ആർച്ചാണ് ഈ കാണുന്നത്. ഇതിൽ കൂടെ നമുക്ക് താഴത്തേക്ക് എത്താം, ഇതിലെ പോയിട്ട് താഴത്തേക്ക് എത്താം. പക്ഷെ നമ്മൾ വേറെ വഴിക്ക് പോയിട്ട് നടന്നിട്ടാണ് താഴത്തേക്ക് എത്തിയത്. അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും മനോഹരമായ കാഴ്ചകൾ. ഇനിയും ഇവിടെ കുറേ കാര്യങ്ങൾ നടന്ന് കാണാനുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവോ? അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. ഇന്നത്തെ യാത്ര എന്നും ഓർക്കാനുള്ള യാത്രയാണ്. അതിലത്തെ കുറച്ച് ക്ലിപ്സ് ഞാൻ വീണ്ടും ഇടുകയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇനിയും കുറേ ദൂരം നടക്കാണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയുമായി അടുത്ത് തന്നെ എത്തും. ഇന്നത്തെ യാത്ര അവസാനിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ അടിവാരത്തിൽ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നിങ്ങൾ മുമ്പിലെത്തുന്നവരേക്കും നമസ്കാരം പറയുന്നു. സസ്നേഹം, നിങ്ങളുടെ അമ്മു PM കോങ്ങാട്ടിൽ.